9ാം ക്ലാസ്സിലെ SCERT സോഷ്യൽ സയൻസ് പാഠഭാഗത്തു നിന്നുള്ള മൂന്നാമത്തെ ചാപ്റ്ററാണ് ഇന്നത്തെ ഓഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചാപ്റ്റർ 3 ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1976 ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതി 2ാം വകുപ്പ് പ്രകാരം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് എന്നതിനു പകരം ചേർത്തത് എന്താണ്? പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്. 1976 ഭരണഘടനാ ഭേദഗതി 42ാം ഭേദഗതി പ്രകാരം രാഷ്ട്രത്തിൻ്റെ ഐക്യം എന്നതിനു പകരം ചേർത്തത് എന്താണ്? രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും. ആമുഖം ഭേദഗതി നിലവിൽ വന്നത് എന്നാണ്? 1977 ജനുവരി 3. മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ ഭാഗം 3. മൗലികാവകാശങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനം ചെലുത്തിയ ഭരണഘടന അമേരിക്കൻ ഭരണഘടന. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന മൗലികാവകാശങ്ങളുടെ എണ്ണം 6. തൊട്ടുകൂടായ്മ നിരോധന നിയമം നിലവിൽ വന്നത് 1955. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ അറിയപ്പെടുന്നത് റിട്ടുകൾ. തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവ നിരോധിക്കുന്ന അനുച്ഛേദം 17ാം അനുച്ഛേദം. മഹാത്മാഗാന്ധിക്ക് ജയ് എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാസാക്കിയ ഭരണഘടനയിലെ ഏക വകുപ്പ് അനുച്ഛേദം 17. സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത ഭേദഗതി 1978 44ാം ഭേദഗതി. സ്വത്താവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി മൊറാർജി ദേശായി. ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് സ്വത്താവകാശത്തെക്കുറിച്ച് ഇപ്പോൾ പ്രതിപാദിക്കുന്നത്? അനുച്ഛേദം 300A. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 14. മൗലികാവകാശങ്ങളിൽ ഒന്നാമത്തെ സമത്വത്തിനുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ്? 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ 19 മുതൽ 22 വരെ. ചൂഷണത്തിനെതിരായ അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദം 23 മുതൽ 24 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ 25 മുതൽ 28 വരെ. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദങ്ങൾ 29 മുതൽ 30 വരെ. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഉൾപ്പെടുന്ന അനുച്ഛേദം 32. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 14. മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 15. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക പരിഗണന നൽകുന്ന ഭരണഘടനാ വകുപ്പ് 15ാം അനുച്ഛേദം. സർക്കാർ ഉദ്യോഗങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 16. പദവി നാമങ്ങൾ മിലിറ്ററി ഒഴികെ നിരോധിക്കുന്ന വകുപ്പ് അനുച്ഛേദം 18. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് അനുച്ഛേദം 19. പത്രസ്വാതന്ത്ര്യം ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ് 19ാം അനുച്ഛേദം.
ഒരു വ്യക്തിയെ ഒരു കുറ്റത്തിന് ഒന്നിലധികം പ്രാവശ്യം ശിക്ഷിക്കാൻ പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 20. ക്രിമിനൽ കേസുകളിൽ ഒരു വ്യക്തിയെ അയാൾക്കെതിരായി തെളിവ് നൽകുന്നതിന് പ്രേരിപ്പിക്കാൻ പാടില്ലെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 20. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം അടങ്ങുന്ന വകുപ്പ് 21 അനുച്ഛേദം. മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ഏതാണ്? 21 അനുച്ഛേദം. പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമനുസരിച്ചാണ്? അനുച്ഛേദം 21. 6 വയസ്സു മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി 86 ഭേദഗതി 2002. വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത അനുച്ഛേദം 21A. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഉടൻ രാഷ്ട്രപതിയുടെ ഇടപെടലില്ലാതെ തന്നെ സ്വാഭാവികമായി റദ്ദാകുന്ന മൗലികാവകാശമാണ് അനുച്ഛേദം 19. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ പോലും റദ്ദ് ചെയ്യാൻ കഴിയാത്ത മൗലികാവകാശങ്ങളാണ് അനുച്ഛേദം 20, 21. നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനുമെതിരെ സംരക്ഷണം നൽകുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 22. കരുതൽ തടങ്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം 22. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? 32 അനുച്ഛേദത്തെ. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് താക്കൂർദാസ് ഭാർഗവ് വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആമുഖത്തെ. ഇന്ത്യൻ ഭരണഘടനയുടെ 3-ാം ഭാഗത്ത് 12 മുതൽ 35 വരെയുള്ള വകുപ്പുകളിൽ മൗലികാവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യയുടെ മാഗ്ന കാർട്ട, ഭരണഘടനയുടെ ആണിക്കല്ല് എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്താണ്? മൗലികാവകാശങ്ങൾ. സ്വത്തവകാശം ഇപ്പോൾ ഒരു ഡേഷാണ്. നിയമാവകാശം. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഗം 4. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 4A. 5 തരം റിട്ടുകൾ ഏതൊക്കെയാണ്? ഹെബിയസ് കോർപ്പസ്, മാൻഡമസ്, കോവാറൻറ്റോ, സെർഷ്യറി, പ്രൊഹിബിഷൻ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ മോക്ക് ടെസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്.